ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ സിറിയയ്ക്കൊപ്പം തുർക്കിയും ചേരുമോ? ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിരൂക്ഷമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ. ഇസ്രായേലിനെ രക്തദാഹിയായ ഭീകരരാഷ്ട്രമെന്നാണ് എർദോഗാൻ വിശേഷിപ്പിച്ചത്. സിറിയയെ ആക്രമിക്കാൻ റൂസിനെ ഒരു മറയായി ഉപയോഗിക്കുകയാണെന്നും തുർക്കി പ്രസിഡന്റ് ആരോപിച്ചു. ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ അത് മുഴുവൻ മേഖലയെയും ലോകത്തെയും ചുട്ടുകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സിറിയയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കാൻ തുർക്കിക്ക് പ്രതിബദ്ധതയുണ്ടെന്നും എർദോഗാൻ പറഞ്ഞു. സിറിയയുടെ ഐക്യത്തിനായി പിന്തുണ നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറിയയിലെ ഡ്രൂസ് ബെഡൂയിൻ ഏറ്റുമുട്ടലുകൾക്കും ഇസ്രായേൽ ആക്രമണങ്ങൾക്കും പിന്നാലെ തുർക്കിയും 10 അറബ് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. തുടർന്നാണ് ഇസ്രായേലിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ എർദോഗാൻ നടത്തിയത്. സിറിയയെ ഛിന്നഭിന്നമാക്കാനും അസ്ഥിരപ്പെടുത്താനും തുർക്കിയെ അനുവദിക്കില്ലെന്നും എർദോഗാൻ പറഞ്ഞു. സിറിയയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ദമാസ്കസിലെ സിറിയൻ സൈനിക ആസ്ഥാനത്തിന് നേരെയായിരുന്നു ആക്രമണം. ബുധനാഴ്ച വൈകുന്നേരമാണ് ആക്രമണം നടത്തിയത്. തെക്കൻ സിറിയയിലെ ഡ്രൂസ് വിഭാഗത്തിന് നേരെ ആക്രമണം നടത്തിയെന്നാരോപിച്ചായിരുന്നു സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സൈനിക ആസ്ഥാനത്ത് വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. 14 വർഷം നീണ്ട ബഷർ അൽ അസദ് ഭരണം അട്ടിമറിച്ചാണ് സിറിയയിലെ വിമതർ ഭരണം പിടിച്ചത്. പുതിയ സർക്കാരിൻ്റെ ഭരണത്തിനെതിരെ ചില വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട്. തെക്കൻ സിറിയയിലെ മതന്യൂനപക്ഷമായ ഡ്രൂസും ഭരണത്തിനെതിരെ പ്രതിഷേധമുള്ളവരാണ്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സ്വെയ്ദ പ്രദേശത്ത് സിറിയൻ സൈന്യവും ഡ്രൂസ് വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ 250ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കാനെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രായേൽ സിറിയയുടെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ ദമാസ്കസിനുള്ള മുന്നറിയിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് കനത്ത പ്രഹരങ്ങളാണെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത്. സ്വേദയിൽ ഇസ്രായേൽ സൈന്യം ഇനിയും ആക്രമണം നടത്തുമെന്നും കാറ്റ്സ് താക്കീത് നൽകി. അതിനിടെ സിറിയൻ പ്രസിഡന്റ് അൽ ഷാറ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നാലെ ഒരുക്കങ്ങളുമായി സിറിയൻ സൈന്യം മുന്നോട്ട് പോവുകയാണെന്ന റിപ്പോർട്ടുകളും വന്നു. ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിന് ശേഷം സിറിയൻ സൈന്യം അക്രമബാധിത മേഖലയായ സ്വെയ്ദ പ്രവിശ്യയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി. ഡ്രൂസ് സിറിയയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇസ്രായേലിൻ്റെ നടപടികൾ ഭിന്നത വിതയ്ക്കുന്നതുമാണെന്ന് അൽ ഷാറ പറഞ്ഞു. പിന്നാലെയായിരുന്നു സൈനിക നീക്കം. സ്വേദയിൽ നിന്ന് മാത്രമല്ല, മേഖലയിൽ നിന്ന് പൂർണ്ണമായും സിറിയൻ സൈന്യം പിൻവാങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. സിറിയൻ സൈന്യത്തിന് പകരമായി ഡ്രൂസ് പോരാളികളെ സ്വേദയിൽ വിന്യസിച്ചതെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. സ്വേദയുടെ സുരക്ഷാ ചുമതല മതമേധാവികൾക്കും പ്രാദേശിക സംഘങ്ങൾക്കും കൈമാറുമെന്ന് അൽ ഷാറ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് സൈന്യത്തിൻ്റെ പിന്മാറ്റം. അതേസമയം മധ്യ ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഡ്രൂസ് മത നേതാവ് ഷെയ്ഖ് യൂസഫ് ജാർബോവ് വിമർശിക്കുകയും ചെയ്തു. വെടിനിർത്തൽ വിലയിരുത്താനാണ് സ്വേദയിൽ ജൂലൈ 15-ന് സിറിയൻ സൈനികരെ വിന്യസിച്ചത്. ഡ്രൂസ് പോരാളികളും സുന്നി ബെഡൂയിൻ ഗോത്രങ്ങളും തമ്മിലുള്ള ദിവസങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ജൂൺ 15-നാണ് വെടിനിർത്തലിൽ അവസാനിച്ചത്. സിറിയൻ സൈന്യം സുന്നി ബെഡൂയിൻ ഗോത്രങ്ങളുമായി ചേർന്ന് ഡ്രൂസിനെ ആക്രമിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്നാണ് ഡ്രൂസിൻ്റെ രക്ഷയ്ക്കെന്ന് പറഞ്ഞ് ദമാസ്കസിലെ പ്രതിരോധ ആസ്ഥാനം ഇസ്രായേൽ ആക്രമിച്ചത്. എന്നാൽ ആക്രമണത്തെ വിമർശിച്ച് ഡ്രൂസ് മതമേധാവി രംഗത്ത് വന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. സിറിയയിലെ പ്രശ്നങ്ങളിൽ ഇസ്രായേൽ പരിഹരിക്കേണ്ടതില്ലെന്ന സന്ദേശമാണ് ഡ്രൂസ് മതനേതാവ് നൽകിയത്. ഒപ്പം സിറിയൻ സൈന്യത്തെ സംഘർഷ മേഖലയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തതോടെ ഇസ്രായേലിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ്.